സർ, ബംഗാളിലെ കലാപം സംബന്ധിച്ച് ഗവർണർ ആനന്ദ ബോസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് എനിക്കിന്ന് അത്ഭുതം തോന്നുന്നു, നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ആ വാർത്ത വന്നിട്ടില്ല. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് സുഖമില്ല എന്നുള്ള വാർത്ത നമ്മൾ വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ വരുന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വരുന്നത് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ബംഗാളിലെ ക്രമസമാധാനം സംബന്ധിച്ച റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതാണ്. നമുക്കറിയാം, ബംഗാളിൽ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വലിയ തോതിൽ കലാപം നടന്നു. കലാപം നടക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദു വേട്ടയാണ് നടന്നത്. മുർഷിദാബാദ് ജില്ലയിൽ, പ്രധാനമായും മാൽഡ, മുർഷിദാബാദ് ജില്ലകളിൽ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് കൊല്ലുകയും അവരുടെ വീടുകൾ തീ വെക്കുകയൊക്കെ ചെയ്തപ്പോൾ ആളുകൾ കൂട്ടത്തോടെ അവിടെ നിന്ന് ഓടിപ്പോയി. ഹിന്ദുക്കൾ കൂട്ടത്തോടെ ഓടിപ്പോയി. അത് ഭീകരമായൊരു സംഭവം പറയുന്നത്, ഈ പ്രക്ഷോഭം ആരംഭിക്കുന്ന ഒരു വെള്ളിയാഴ്ച മോസ്കുകളിലെ നിസ്കാരം കഴിഞ്ഞിറങ്ങിയ ജനക്കൂട്ടമാണ് വന്ന് ഈ ആക്രമണം നടത്തിയത്. അതിനു മുമ്പ് തിങ്കളാഴ്ച മുതൽ, ഈ കലാപം ആരംഭിച്ച വെള്ളിയാഴ്ചയ്ക്ക് മുമ്പുള്ള തിങ്കളാഴ്ച മുതൽ അവിടുത്തെ ഹിന്ദുക്കളുടെ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ ചുവരന്മേൽ കറുത്ത ചായം തേച്ചിരുന്നു, പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി. കറുത്ത ചായം, കറുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ പറയാറുണ്ട്, കേരളത്തിലെ ഹൈവേകളിലൊക്കെ കറുത്ത നിറം പൂശിയ കടകൾ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നു, കേരളം മുഴുവൻ ഉണ്ടായിരിക്കുന്നു. അത് അവിടെ ഒന്നും കച്ചവടമൊന്നും നടക്കുന്നില്ല, എന്നാലും പല നാട്ടിൽ പുറത്ത് ആ നാട്ടുകാരല്ലാത്ത ആളുകൾ വന്ന് കച്ചവടം നടത്തുന്നു. അത് വലിയൊരു ആശങ്കയാണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. കറുപ്പ് ഒരു നിറമാണ്, നമുക്കറിയാം. കറുപ്പ് ദുഃഖത്തിൻ്റെ നിറം മാത്രമല്ല, കറുപ്പ് ISൻ്റെ നിറം കൂടിയാണ്. IS തീവ്രവാദികളുടെ കൊടിയുടെ നിറം കറുപ്പാണ്. ഇപ്പോൾ മറ്റൊരു ഇതുപോലെ ആശങ്ക പങ്കുവെക്കുന്ന നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയുന്നുണ്ട്, കേരളത്തിൽ വളരെ പെട്ടെന്ന് സ്ഫടിക കുപ്പുകളിൽ അറേബ്യൻ സുഗന്ധദ്രവ്യങ്ങൾ എന്ന പേരിൽ സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന അത്തറും ഊതും പെർഫ്യൂമൊക്കെ വിൽക്കുന്ന കടകൾ ഇഷ്ടം പോലെ വളരെ പെട്ടെന്ന് കേരളത്തിലെമ്പാടും ആരംഭിച്ചിരിക്കുന്നു. അവിടെ നോക്കി നിന്ന് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നോക്കി നിന്നാൽ ഒരു കച്ചവടം നടക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഈ കടകൾ ഇങ്ങനെ ആരംഭിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് രഹസ്യാന്വേഷണ ഏജൻസികളും അല്ലെങ്കിൽ അന്വേഷണ കുതൂഹികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഉണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടതാണ്. മാധ്യമപ്രവർത്തകർ അന്വേഷിക്കാൻ പോകില്ല. മാധ്യമപ്രവർത്തകർക്കറിയാം ഇത് എന്തിനാണ്, ആരാണ് നടത്തുന്നത് എന്ന് അറിയാവുന്നതുകൊണ്ട് അവരന്വേഷിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതൊരു സസ്പീഷ്യസ് ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന്, കറുത്ത ചായമടിക്കുന്ന വീടുകളുടെ മുന്നിൽ കറുത്ത ചായമടിച്ചു. ഈ കറുത്ത ചായമടിച്ച വീടുകൾ തെരഞ്ഞു പിടിച്ചിട്ടാണ് ഇവർ തീ വെക്കുകയൊക്കെ ചെയ്തത്. സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു, വീടുകളിൽ നിന്ന് ആളുകളെ വലിച്ചിറക്കി വെടിവെച്ചു കൊന്നത് ഒരു CPMകാരനെയും മകനെയാണ്. കേരളത്തിലെ CPMന് ഒരു പ്രതിഷേധം പോലും ഉണ്ടായിരുന്നില്ല. പണ്ട് ഈ ട്രെയിനിൽ പോയിരുന്നപ്പോൾ സീറ്റിൻ്റെ പേരിൽ തർക്കമുണ്ടായി. ഒരു അൽത്താഫ് എന്ന മറ്റോ പേരുള്ള ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ അത് ബീഫ് കഴിച്ചതിൻ്റെ പേരിലാണെന്ന് പറയും. ഇവിടെ നിന്ന് 10 ലക്ഷം രൂപ സഹായം കൊടുക്കുകയും ചെയ്തൊരു സർക്കാരും പാർട്ടിയും കേരളത്തിലുണ്ട്. സഖാക്കളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കുത്തിയും വെടിവെച്ചും കൊന്നിട്ട് കേരളത്തിലെ CPMും DYFI ഒന്നും അറിഞ്ഞില്ല. അവിടെ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി അവിടെ അവരുടെ വീട്ടിലൊക്കെ പോകുന്ന ചിത്രവും വന്നു. കാരണം പക്ഷേ ഇതിൽ കാര്യമുണ്ട്, നമ്മളീ പറയുന്ന പോലെ സഖാവാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ നിങ്ങളെ തേടി വരുമ്പോൾ നിങ്ങളുടെ പേര് രാമനെന്നോ രാഘവനെന്നോ കൃഷ്ണനെന്നോ സുരേഷെന്നോ അനിലെന്നോ ഒക്കെ ഉറപ്പാണെങ്കിൽ സഖാവെന്ന് നോക്കുമല്ലോ, ഉറപ്പായും അവർ കൊന്നിട്ടേ പോവുള്ളൂ എന്നാണ് ബംഗാളിലെ അനുഭവം കാണിക്കുന്നത്. ഏതായാലും അതിഭീകരമായ ഒരു കലാപമാണ് മുർഷിദാബാദിലും മാൽഡയിലും ഒക്കെ നടന്നത്. അതിനുശേഷം കലാപം അടിച്ചൊതുക്കാൻ വേണ്ടി ഹൈക്കോടതി കേന്ദ്ര സേനയെ വിളിച്ച് CRPFും ചില സ്ഥലങ്ങളിൽ BSFും CAPFും രംഗത്തിറങ്ങിയതിന് ശേഷം അവർ കടുത്ത രീതിയിൽ കൈകാര്യം ചെയ്തതിന് ശേഷമാണ് മുർഷിദാബാദിലെ ഹിന്ദുക്കൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായത്. കേരളത്തിലെ മാധ്യമങ്ങൾ അത് പഴയ പോലെ തന്നെ മുക്കിവെച്ചെങ്കിലും ഇത്തവണ ഒരു വ്യത്യാസം ഉണ്ടായി. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJPയുടെ അധ്യക്ഷനായതുകൊണ്ടാണോ എന്നറിയില്ല, ഏഷ്യാനെറ്റ് മുർഷിദാബാദിൽ നടത്തുന്ന ഹിന്ദു വേട്ട കാണിക്കുകയുണ്ടായി. ഏഷ്യാനെറ്റ് മാത്രമാണ് ഇത് കവർ ചെയ്തത്. അപ്പോൾ വലിയ തോതിൽ ഹിന്ദുക്കളെ 921 മലപ്പുറത്തൊക്കെ നടന്നതുപോലെ ഹിന്ദു വേട്ടയാണ് മുർഷിദാബാദിൽ നടന്നത്. അതിനുശേഷം സംഘർഷം നിലനിൽക്കെ തന്നെ നമ്മുടെ മലയാളി കൂടിയായ, നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം കൂടിയായ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ആഭ്യന്തര വകുപ്പിന് ഇടയ്ക്ക് അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ടാണെന്നൊന്ന് റിപ്പോർട്ട് വൈകിയത്. ഏതായാലും അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയത്, മുർഷിദാബാദിലെയും മാൽഡയിലെയും അക്രമം ഇതേപോലെ തുടരുകയാണെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കണമെന്നാണ് ഗവർണറുടെ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് മമത ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. കലാപം ഇതുവരെ തീർന്നിട്ടില്ല, പക്ഷേ ഒന്ന് ശമിച്ചിട്ടുണ്ട്. കേന്ദ്രസേന ഇറങ്ങിയതുകൊണ്ട് കേന്ദ്രസേന പിന്മാറിയാൽ വീണ്ടും കലാപം ആരംഭിച്ചേക്കാവുന്ന ഒരു സ്ഥിതിയും കൂടിയുണ്ട്.
കാരണം ഹിന്ദുക്കളെ കൊല്ലുക, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തകർക്കുക, വീടുകൾ തകർക്കുക എന്നത് മാത്രമാണ്. ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ഇപ്പോൾ പഹൽഗാമിൽ ഹിന്ദുവാണോ എന്ന് തിരിച്ചറിഞ്ഞ് കൊന്നതുപോലെ ഹിന്ദുവാണ് എന്ന് ഉറപ്പിച്ച് കറുത്ത ചായം പൂശി വീടുകളെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് ആസൂത്രിതമായ ആക്രമണം നടത്തി ഹിന്ദുക്കളെ അവിടെ നിന്ന് ഓടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ വീണ്ടും കേന്ദ്രസേന പിന്മാറിയാൽ കലാപം ഉണ്ടാവുകയാണെങ്കിൽ 356 പ്രയോഗിക്കണമെന്ന് ഒരു ഗവർണർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് വേണ്ടത് ഗവർണറുടെ റിപ്പോർട്ടാണ്. അതായത് ക്രമസമാധാനം, ലോ ആൻഡ് ഓർഡർ തകർന്നിരിക്കുന്നു എന്ന് ഗവർണർ ശുപാർശ ചെയ്താൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം. അപ്പോൾ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാരകമായ ഒരു അടി ഇപ്പോൾ കിട്ടിയിരിക്കുക. ഗവർണർ സർക്കാരിനെ ഉടൻ പിരിച്ചുവിടാൻ പറഞ്ഞിട്ടില്ല. ഇതേപോലെ ക്രമസമാധാന നില വീണ്ടും വഷളാവുന്ന സ്ഥിതി ഉണ്ടായാൽ ഉറപ്പായും പിരിച്ചുവിടണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. അങ്ങനെ കിട്ടുമ്പോൾ ഒരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മുൻകൂർ ജാമ്യം പോലെ സർക്കാരിന് നാളെ കേന്ദ്ര സർക്കാരിന് വീണ്ടും അവിടെ ഒരു കലാപം ഉണ്ടായാൽ ഗവർണറുടെ റിപ്പോർട്ട് അപ്പം തേടേണ്ട കാര്യമില്ല. നേരത്തെ തന്നെ ഒരു സാധനം എടുത്ത് കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട്. അത് കേന്ദ്രത്തിന് പ്രയോഗിക്കാവുന്ന മമതാ ബാനർജിയുടെ സർക്കാരിനെ എപ്പോൾ വേണമെങ്കിലും അടിക്കാവുന്ന തരത്തിലുള്ള ഒരു ആയുധം ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് ഭരണഘടന പറയുന്ന വ്യവസ്ഥ പ്രകാരം തന്നെ ഗവർണർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എനിക്കൊന്ന് നരേന്ദ്രമോദി ഇപ്പോൾ 11 വർഷമാകുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇന്ത്യയിലെ ഒരു സർക്കാരിനെയും 356 ഉപയോഗിച്ചിട്ട് പിരിച്ചുവിട്ടിട്ടില്ല. ഇതിനു മുമ്പ് ഭരിച്ച സർക്കാരുകൾ, കോൺഗ്രസ് സർക്കാരുകളിൽ ഇതിൻ്റെ അയ്യരുകളിയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുന്ന പാരമ്പര്യം ഉണ്ടായിരുന്ന സർക്കാരുകളാണ് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മൻമോഹൻ സിംഗിൻ്റെയൊക്കെ കാലത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവർക്കൊന്നും ഫാസിസ്റ്റ് എന്നുള്ള പേരില്ലായിരുന്നു. ആ പേര് മോദിക്കാണ്. ഇപ്പം നമ്മളൊക്കെ പറയുന്ന മോദി ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് നമ്മൾ ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. അപ്പോൾ ഏതായാലും മോദി സർക്കാരിൻ്റെ 11 വർഷത്തിനിടയ്ക്ക് ആദ്യമായി ഒരു ഗവർണർ 356 പ്രയോഗിക്കേണ്ട സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് ഗവർണർ ഒരു ശുപാർശ വെച്ചിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ ക്രമസമാധാന നില വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെ പോലീസിൻ്റെ നിയന്ത്രണം, ക്രമസമാധാന പാലനം ഏറ്റെടുക്കാൻ പറ്റുന്നൊരു നിയമം ഉണ്ടാവണം. ഇപ്പോൾ ഉണ്ട്, അഫ്സ പോലെയുള്ള നിയമങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് അക്രമാസക്തമായ കാര്യങ്ങളുണ്ട്, കേന്ദ്രത്തിന് പട്ടാള നിയമം പ്രയോഗിക്കാം, മിസോറാമിലൊക്കെ ചെയ്തിരുന്ന പോലെ. അതല്ലാതെ അത്തരം ആ നിയമത്തിന് ബദലായിട്ട് ബദലല്ല സമാന്തരമായി എവിടെയെങ്കിലും ലോ ആൻഡ് ഓർഡർ മോശമായാൽ, അത് സംസ്ഥാന പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമായാൽ സ്വമേധയാ കേന്ദ്ര സേനകൾക്ക് ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നിയമം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും എന്നൊരു ശുപാർശ ബംഗാൾ ഗവർണർ റിപ്പോർട്ടിലുണ്ട്. രണ്ടാമത്തത് 1952 എൻക്വയറി കമ്മീഷൻ ആക്ട്. അതനുസരിച്ച് സംസ്ഥാന സർക്കാർ ചെയ്യില്ല. എങ്ങനെയാണ് മുർഷിദാബാദിലും മാൾഡയിലും കലാപം ഉണ്ടായി ഹിന്ദുക്കളെ കൊന്നതും ബലാത്സംഗം ചെയ്തതും അവരുടെ ഭവനങ്ങൾ കത്തിച്ചതും അവരെ ആട്ടിപ്പായിച്ചതുമൊക്കെ ആരാണ് അതിൻ്റെ പിന്നിലെന്ന് കണ്ടെത്താൻ ബംഗാൾ സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്രം 1952 എൻക്വയറി കമ്മീഷൻ ആക്ട് അനുസരിച്ച് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണമെന്ന് ആനന്ദ് ബോസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഇൻ്റർനാഷണൽ ബോർഡർ, അന്താരാഷ്ട്ര അതിർത്തി ഉണ്ട്. അതാണ് ബംഗാളും ബംഗ്ലാദേശും തമ്മിൽ ഇൻ്റർനാഷണൽ ബോർഡറിൽ ഒരുപാട് നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ട്. അവിടെ ഫെൻസിങ് ഏതാണ്ട് 500ഓളം കിലോമീറ്റർ മേഖലയിൽ ഫെൻസിങ് ഇല്ല, വേലി കെട്ടിയിട്ടില്ല. വേലി കെട്ടാൻ പറ്റില്ല. വളരെ ചെങ്കുത്തായ താഴ്വരകളും കൊക്കകളും ഒക്കെ ഉള്ള സ്ഥലത്ത് വേലി കെട്ടാൻ പറ്റില്ല. പക്ഷേ ഇത് മറയാക്കി അവിടെ നിന്ന് വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതിർത്തിയിൽ ഇപ്പോഴുള്ള BSFൻ്റെ പോസ്റ്റുകളുടെ എണ്ണം കൂട്ടണം, കൂടുതൽ BSF പോസ്റ്റുകൾ സ്ഥാപിക്കണമെന്നാണ് മറ്റൊരു ശുപാർശ. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഈ മാൾഡയിലെയും മുർഷിദാബാദിലെയും ജനങ്ങൾക്ക് എന്ന് പറയുന്നത് അവിടുത്തെ ഹിന്ദുക്കൾക്ക്, അവിടെ ഭൂരിപക്ഷം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്, ന്യൂനപക്ഷമാണ്. അവിടെ 20-25% മാത്രമേ ഹിന്ദുക്കളുള്ളൂ. ആ ഹിന്ദുക്കൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുക എന്ന് പറയുന്നത് മമതയുടെ ഭരണകാലത്ത് കിട്ടുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ബംഗാളിൽ മമത ഈ ഭരിച്ചിരുന്ന കാലം അത്രയും വലിയ തോതിൽ വേട്ടയാടപ്പെട്ടത്, കൊല്ലപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത് ഒക്കെ ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അവിടെ എത്തിയിട്ടുള്ള BSFൻ്റെയും CAPF, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, CRPF പോലെ മറ്റൊന്നാണ് CAPFും സ്ഥിരമായി മുർഷിദാബാദിലും മാൾഡയിലും തുടരണം എന്നുള്ള നിർദ്ദേശവും കൂടെ ബംഗാൾ ഗവർണർ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിന് ഏറ്റവും എളുപ്പം നടപ്പാക്കാവുന്ന ഒരു കാര്യം ഇതാണ്. BSFൻ്റെയും CAPFൻ്റെയും സാന്നിധ്യം അവിടെ തുടരുക എന്നുള്ളത്. അത് കാരണം ഇപ്പം തന്നെ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, അവരെ പിൻവലിക്കുന്നില്ല.
ഒരു ബറ്റാലിയനെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ വ്യത്യാസം വരും. പിന്നെ മറ്റത് ഈ കേന്ദ്ര ഭരണം അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നുള്ളത് ഇന്ത്യയിലെ BJP പ്രവർത്തകരും അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളുടെ ജീവനിൽ കരുതലുള്ള എല്ലാ ദേശസ്നേഹികളും ബംഗാളിനെ ഓർത്ത് ഒരുപാട് നാളായി കരയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആവശ്യമാണ് മമതാ ബാനർജിയുടെ സർക്കാരിനെ പിരിച്ചുവിടുക എന്നുള്ളത്. പക്ഷേ അത് കേന്ദ്രം അതൊരു പൊളിറ്റിക്കൽ തീരുമാനമായിട്ട് വരണം. കാരണം അങ്ങനെ ഒരു സർക്കാരിനെ മമതയെ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് തന്നെ ഒന്ന് പിരിച്ചുവിട്ടാൽ കൊള്ളാമെന്നായിരിക്കും. കാരണം പിന്നീട് രക്തസാക്ഷി പരിവേഷത്തോടെ തിരിച്ചു വരാൻ പറ്റുമോ എന്നൊക്കെ മമതയും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി ഇതെല്ലാം കണക്കിലെടുത്തിട്ടേ ഈ 356 പ്രയോഗിക്കുക എന്നുള്ളത് കേന്ദ്രം പരിഗണിക്കാൻ സാധ്യതയുള്ളൂ. പ്രത്യേകിച്ച് ഒരു സംഘർഷ സ്ഥിതിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത്. ബംഗ്ലാദേശുമായി ഇന്ത്യക്ക് നല്ല ബന്ധമല്ല. ആ സമയത്ത് ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ബംഗ്ലാദേശ് എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ ബംഗാളിലെ ആളുകളും ഒരു കലാപത്തിലേക്ക് നീങ്ങുന്ന സ്ഥിതി ഉണ്ടായാൽ അതൊക്കെ മാനേജ് ചെയ്യാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് 356 ഇപ്പോൾ പ്രയോഗിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണോ ഇല്ലെന്നൊക്കെ ആഭ്യന്തര മന്ത്രാലയമാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അത് നടപ്പാക്കാനും ഗവർണർ പറഞ്ഞിട്ടില്ല. ഗവർണർ പറയുന്നത് ഇതേപോലെ സംഘർഷം വീണ്ടും തുടർന്നാൽ 356 പ്രയോഗിക്കണം. അപ്പോൾ കേന്ദ്രത്തിന് വേണമെങ്കിൽ ആ ഒരു പോയിന്റിൽ പിടിച്ച് CV ആനന്ദബോസും ബുദ്ധിപൂർവ്വമാണ് റിപ്പോർട്ട് എഴുതിയിരിക്കുന്നതെന്ന് പറയാം. കാരണം 356 ഇപ്പോൾ പ്രയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് നടക്കാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹത്തിനുണ്ട്. കാരണം ഈ സംഘർഷാവസ്ഥ നിൽക്കുന്ന സവിശേഷമായ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് അവിടെ മമതയുടെ ഈ കൂലിത്തല്ലുകാർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. അവിടെ ഒരു സംഘർഷ ഭൂമി ഇൻറ്റേർണലി ഒരു സംഘർഷം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവില്ല എന്നറിയാവുന്നതുകൊണ്ട് 356 പ്രയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ വേണ്ട, ഇതേപോലെ തുടർന്നാൽ മതി എന്നുള്ള ഒരു ലൂപ്പ് ഹോളും വെച്ചിട്ടാണ് വളരെ തന്ത്രപരമായിട്ടാണ് CV ആനന്ദബോസ് ബംഗാൾ ഗവർണർ അത് ചെയ്തിരിക്കുന്നത്. ഏതായാലും ബംഗാളിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ബംഗാളിലെ ഹിന്ദുക്കൾക്ക്, ഞാൻ അങ്ങനെ തന്നെ പറയാം, കാരണം അവിടെ ഹിന്ദുക്കളാണ് വിക്ടിംസ് ആയിരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് ഒരു പ്രത്യാശയും പ്രതീക്ഷയും ഒരു ബലവും നൽകുന്നുണ്ട് CV ആനന്ദബോസിൻ്റെ ഇടപെടൽ. ഈ റിപ്പോർട്ട് കേന്ദ്രം സഗൗരവം പരിഗണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.